നമസ്കാരം. ആചാര്യ വിശ്വമീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് 7 ജാതി കരങ്ങളെ പറ്റി സാറ് എല്ലാവർക്കും പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഓരോ വിരലുകളുടെ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഈ ആഴ്ച നമുക്ക് ഏത് വിരലിനെ പറ്റിയാണ് സാറ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നതെന്ന് സാറിനോട് തന്നെ ചോദിക്കും. നമുക്ക് ഇന്ന് ഏറ്റവും ചെറിയ വിരൽ, അതിനെ ചെറുവിരൽ എന്ന് പറയും, കനിഷ്ഠിക എന്ന് പേര് പറയും. അതിനെ ബുധവിരലെന്നും പറയും. നമ്മൾ ചെറിയ വിരലാണ് എന്ന് വെച്ചിട്ട് അതിന് പ്രാധാന്യം കൊടുക്കാതെ പോകരുത്. വിരലിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ബുധവിരലാണ് നമ്മളെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വിരലാണ്. അപ്പോൾ ആ വിരലിൽ വരുന്ന ഓരോ രേഖയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. ബുധമണ്ഡലത്തിൽ ആ ബുധമണ്ഡലത്തിൽ നിന്ന് രേഖ പുറപ്പെട്ട് ഒന്നിലധികം രേഖ പുറപ്പെട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അണിവിരൽ, ഏറ്റവും ചെറിയ വിരലിൻ്റെ പ്രഥമ സന്ധിയിൽ നിന്ന്, അതായത് ബുധമണ്ഡലത്തിൽ നിന്ന് രേഖകൾ പുറപ്പെട്ട് മുകളിലോട്ട് ഒന്നിലധികം രേഖകൾ കയറി പോകുന്നെങ്കിൽ അവൻ ഡോക്ടറോ വൈദ്യനോ ആണ് എന്ന് ധരിക്കണം. ഡോക്ടറുടെ ലക്ഷണമാണ്. അവൻ വൈദ്യവൃത്തി സ്വീകരിക്കും. അത് ഡോക്ടറായാലും ശരി, വൈദ്യനായാലും ശരി, വൈദ്യവൃത്തി സ്വീകരിക്കും. അത് അവൻ പഠിക്കുന്നത് അതിലാണ് അവന് യോഗം കൂടുതൽ എന്ന് കാണിക്കുന്നതാണ്. ആ സന്ധിയിൽ നിന്ന് ആരംഭിക്കുന്ന രേഖ, അതായത് പ്രഥമ സന്ധി തൊട്ട്, അതായത് ബുധമണ്ഡലം തൊട്ട് മുകളറ്റം വരെ ഒരു രേഖ നല്ല സ്ട്രോങ് ആയി കിടക്കുന്നത് അവന് ജോലി പുരോഗതിയെ സൂചിപ്പിക്കുന്നതാണ്. അവൻ ജോലിയിലൂടെ ഉയർന്നു. അപ്പോൾ അവനെല്ലാ ഗ്രോത്തും വരേണ്ടത് എങ്ങനെയാണ്? തേങ്ങോട്ടി വരുമാനമോ റബ്ബർ എസ്റ്റേറ്റോ കൊണ്ടല്ല. അവൻ്റെ പ്രവൃത്തിയിലൂടെ അവനെല്ലാം നേടിയെടുക്കും. അവൻ പരമോന്നത സ്ഥാനത്തെത്തിച്ചേരും. അതുമാത്രമല്ല, ചെറുവിരൽ, ഏറ്റവും ചെറുവിരൽ ഏതൊരു മോതിരവിരലിനോളം നീളത്തിൽ വരും. മോതിരവിരലിൻ്റെ ശരിക്ക് രണ്ടാമത്തെ സന്ധിയും പാസ് ചെയ്ത് പോകും. അങ്ങനെ പോരുന്നവർ ശരി അധികാര സ്ഥാനത്തിരിക്കുമെന്നാണ്. മറ്റുള്ളവരെ ഭരിക്കാൻ ശേഷിയുള്ളവരാണ്, ഭരണശേഷിയുള്ളവരാണ്. അപ്പോൾ ഔദ്യോഗികമായിട്ട് അവർ പോയാലും ഉയർന്ന ഉദ്യോഗം വഹിക്കും. ഉയർന്ന ഉദ്യോഗത്തിൽ അവർ ശോഭിക്കും. അതിനെ സൂചിപ്പിക്കുന്നതാണ് ആ വിരലിൻ്റെ നീളം. ശരിക്ക് വിരലിൻ്റെ അഗ്രം കോണാകൃതിയിൽ നിൽക്കും. കോണാകൃതി എന്ന് പറയുമ്പോൾ ശരിക്ക് കോണായിട്ട് വന്ന് നിൽക്കും. അങ്ങനെ നിൽക്കുന്നവർ ശരിക്ക് അവർ എന്തെങ്കിലും രീതിയിൽ അറിയപ്പെടും. അതായത് എഴുത്തുകാരോ അതുപോലെ എന്തെങ്കിലും ചെയ്ത് അവരെ ജീവിത അവസാനവും മരണാനന്തരവും അവരെ പ്രകീർത്തിക്കപ്പെടും. അവരറിയപ്പെടുന്ന ലക്ഷണമാണ്. അതുപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഈ വിരലിൽ കറുത്ത പുള്ളി വരുന്നതാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ കറുത്ത പുള്ളി നഖത്തിൽ വന്നാൽ, ചെറുവിരലിൻ്റെ അണിവിരലിൻ്റെ ഏറ്റവും ചെറുവിരലിൻ്റെ നഖത്തിൽ കറുത്ത പുള്ളി വന്നാൽ എന്ത് സംഭവിക്കും? അവന് തൊഴിൽ നഷ്ടം സംഭവിക്കും. അവൻ എന്ത് ആണോ ഇരിക്കുന്നത്, ജോലിയിലിരിക്കുന്ന ആളാണെങ്കിൽ സസ്പെൻഷൻ വായിക്കും. അല്ലാതെ ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ സ്ഥാപനം നഷ്ടത്തിൽ പോവും. നിനക്കിതാ തൊഴിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ജോലിയിലൊക്കെ ഇരുന്ന് നമ്മൾ ഗവൺമെൻറ് ഉദ്യോഗവും അതുപോലെയൊക്കെ വഹിച്ച് ഇരിക്കുന്നവർ ഇടയ്ക്കിടയ്ക്കൊന്ന് അണിവിരലിൻ്റെ ചെറുവിരലിൻ്റെ നഖം നോക്കുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് പണി വരാൻ പോവുകയാണെങ്കിൽ നേരത്തെ തന്നെ അറിയിക്കും. നിനക്കിതാ സസ്പെൻഷൻ വരാൻ പോകുന്നു എന്ന് കാണിക്കുന്നതാണ്. അല്ല, സന്ധികളിലാണ് കറുത്ത പുള്ളി വന്നാൽ നമുക്ക് സ്ഥാനചലനം സംഭവിക്കും. ജോലിയിൽ സ്ഥാനചലനം, നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി പോവുകയോ അല്ലെങ്കിൽ നമുക്ക് അത്ര യുക്തമല്ലാത്ത സ്ഥാനത്തേക്ക് മാറ്റം വരുമെന്നാണ്. അപ്പോൾ ഒരു മാറ്റം കൊണ്ട് സന്തോഷമല്ല കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പോലെ നമുക്ക് പണി കിട്ടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. അപ്പോൾ അതും നമ്മളെ കയ്യിൽ സന്ധികളിൽ വരുന്ന കറുത്ത പുള്ളിയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഒരു പുരുഷൻ്റെ ഇടത് കയ്യിൽ നഖത്തിൽ കറുത്ത പുള്ളി വന്നാൽ, ഇടത് കയ്യിൽ അണിവിരലിൻ്റെ നഖത്തിൽ കറുത്ത പുള്ളി വന്നാൽ ഭാര്യയ്ക്ക് കഷ്ടതയോ
അല്ലെങ്കിൽ അവരുടെ ജോലി നഷ്ടമോ അവർക്ക് മനപ്രയാസങ്ങൾക്കോ ഇടവരും എന്ന് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ വലത് കൈക്കും ഇടത് കൈക്കും പ്രാധാന്യമുണ്ട്. രണ്ട് കൈയും നമ്മൾ പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടൊരു ഫലത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് രണ്ട് കൈയും നമ്മൾ നോക്കുന്നതിൻ്റെ കാരണം. അതുപോലെ അണിവിരലിൻ്റെ നഖത്തിൽ, ഇപ്പോൾ ഏറ്റവും ചെറുവിരലിൻ്റെ നഖത്തിൽ, അണിവിരലിലെ ചെറുവിരലിൻ്റെ നഖത്തിൽ വെളുത്ത പുള്ളി വരുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ സാമ്പത്തിക ഗ്രോത്ത്, പെട്ടെന്നൊരു ഉയർച്ച, എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉയർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഉദ്യോഗമില്ലാത്ത ആളാണെങ്കിൽ വെളുത്ത പുള്ളി കണ്ടാൽ ഉദ്യോഗം കിട്ടും. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും. രണ്ടുമല്ലാത്ത ആൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് നിൽക്കുന്ന ആളാണെങ്കിൽ അതിൽ പെട്ടെന്ന് പുരോഗതി വരാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ വിരലിൻ്റെ ഫലമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് നമ്മളെ കയ്യിൽ ഓരോ ലയൻസോ ഓരോ പുള്ളികളോ വരുന്നതെല്ലാം ദൈവം ഒന്നും ആവശ്യമില്ലാതെ നമ്മളെ കയ്യിൽ വരയ്ക്കില്ല. ഓരോന്നും നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെറിയ ഒരു വീഴ്ച വരാൻ പോയാലും നമ്മളെ അറിയിക്കും. അറിയിക്കാതെ ഒന്നുമേ സംഭവിക്കില്ല. ഇന്ന് സാറ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലെ ചെറുവിരലിനെ പറ്റിയാണ്. അതിൽ പ്രത്യേകിച്ചും ജോബ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മളുടെ കാര്യങ്ങളെപ്പറ്റി അറിയണം. അതായത് സാർ തന്നെ പറഞ്ഞു, ഇത് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ദയവായിട്ട് തരുന്ന ഒരു മുമ്പേ തരുന്ന ഒരു സൂചനയാണ്. അപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് വിശദമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് സാറിനെ നേരിട്ട് കണ്ട് കൈരേഖ കാണിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് സാറിൻ്റെ ഓഫീസ് തിരുവനന്തപുരത്ത് വഴുതക്കാടാണ്. ബുക്ക് ചെയ്യേണ്ട നമ്പർ 9847064540. അതേപോലെ തന്നെ ദൂരെയുള്ളവർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഓൺലൈന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യേണ്ട നമ്പർ 9895667700. ഇത് സാറിൻ്റെ പേഴ്സണൽ നമ്പറാണ്. സാർ എപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കോൾ സാർ എടുക്കില്ല, എങ്കിലും നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്തിരിക്കും. അതിനകത്ത് ആ വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ്റെ പ്രൊസീജിയർ അയച്ചു തരും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ നല്ലൊരു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുക. അത് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഒരാളുമായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നു, ബിസിനസ് ആവട്ടെ മറ്റെന്ത് കാര്യങ്ങളായാലും, അപ്പം ആ വ്യക്തി എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ ഈ തുടർച്ചയായിട്ടുള്ള സാർ തന്നിരിക്കുന്ന നമ്മുടെ പ്രോഗ്രാംസ് കാണുക, എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. നമ്മൾക്ക് അറിവ് നേടിക്കഴിയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിലോ ആർക്കെങ്കിലും നമ്മളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ഇതൊരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും. മാക്സിമം സാറ് ഹസ്തരേഖ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കയ്യിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു ക്ലാസ്സാണ്. എല്ലാവരും മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. ഇത് അടുത്ത ഒരു എപ്പിസോഡ് വരുന്നത് വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.